പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്രമിതാവ് ഇടയ്ക്കിടയ്ക്ക് ദൂതൻ ഇറങ്ങി യെരൂശലേം പട്ടണത്തിലുള്ളതായ ഒരു കുളത്തിൽ ദൂതൻ ഇറങ്ങി കലക്കുന്നു. മലാക്കിക്കും മത്തായിക്കും മധ്യത്തിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ല, ഒരു ദൂതൻ പുറപ്പെട്ടിട്ടില്ല, ഒരിടത്തും ഒരു ചലനം നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. 400 years 400 സംവത്സരം ബാക്കിയുള്ള എല്ലാം നിശ്ചലമായി കിടക്കുമ്പോൾ ബെതസ്ദാ കുളം പറയും, സ്തോത്രം, എന്നിൽ വല്ലപ്പോഴും ചലനമുണ്ട്, എന്നിൽ വല്ലപ്പോഴും ദൂതൻ ഇറങ്ങി ചലിക്കുന്നു. വേറെ ഉള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, വേറെ ഉള്ള ശുശ്രൂഷകൾ എനിക്കറിയത്തില്ല, വേറെയുള്ള സഭകൾ എനിക്കറിയത്തില്ല, പക്ഷെ കൃപയുള്ളവർ പറയട്ടെ, എന്നിൽ ചലനമുണ്ട്. കാരണം സ്തോത്രം, ആ ബെതസ്ദാ കുളത്തിന് 5 പോർച്ചുകളാണ്, 5 ഗോപുരങ്ങളാണ് ഉള്ളത്. കൃപയുണ്ടോ? ഇറങ്ങേണ്ട ദൂതൻ ഇറങ്ങിയിരിക്കും, ചലിക്കേണ്ട വെള്ളം ചലിച്ചിരിക്കും, ഇറങ്ങുന്നവൻ വിടുതൽ പ്രാപിച്ചിരിക്കും. മറ്റുള്ളവർക്കില്ലാത്ത ഒരു ചലനം നിന്നിൽ ദൈവം കൽപ്പിക്കുകയാണ്. മറ്റുള്ളവർക്കില്ലാത്ത ജീവൻ നിന്നിൽ വെളിപ്പെടുവാൻ പോകുന്നു. മറ്റുള്ളവർക്കില്ലാത്ത ദൂത് നിനക്കുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത പ്രവചനം നിനക്കുണ്ട്, മറ്റുള്ളവർക്കില്ലാത്ത തീ നിനക്കുണ്ട്.